ശ്രീ ജോസഫ് വാഴക്കിന് ഇപ്പോൾ ടെലിഫോണിലുണ്ട്. ശ്രീ ജോസഫ് വാഴക്കിന് കേൾക്കാമോ? നമ്മളിപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം പറയുമ്പോൾ തിരിച്ച് മുകേഷ് എന്ന വിഷയം തിരിച്ച് നിങ്ങൾ ചോദിക്കുന്നുണ്ടോ? കോൺഗ്രസിൽ നിന്ന് ഉയരുന്നുണ്ട്. പക്ഷേ സമാനതകളില്ലാത്ത തെളിവുകളല്ലേ പുറത്തേക്ക് വരുന്നത്? അതിന്റെ ഗൗരവം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ഉൾക്കൊണ്ടു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തന്നെയാണ് അദ്ദേഹത്തോട് പാർട്ടി കൃത്യമായി നിർദ്ദേശിക്കുക, രാജിവെക്കാൻ അനുസരിക്കുന്നില്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക. ഇതേ ഉള്ളൂ ഇതിനകത്ത് നടപടി. അതാണ് ഒരു പൊതുവികാരം അല്ലേ? വളരെ ഗൗരവമുള്ള ഇത് വളരെ ഗൗരവമുള്ള പാർട്ടിയെ വളരെ വല്ലാത്ത രീതിയിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഒരാവശ്യവുമില്ലാത്തൊരു കാര്യത്തിൽ. ഇത് പാർട്ടി കേൾക്കേണ്ട കാര്യമില്ല. പാർട്ടി ചുമതല ഈ വിഴുപ്പൊന്നും പാർട്ടി വിഴുപ്പുകൊണ്ട് ചുമക്കേണ്ട യാതൊരു ഉത്തരവാദിത്വവും ഇല്ല പാർട്ടിക്ക്. കാരണം വ്യക്തികൾ ചെയ്തിട്ടുള്ള തെറ്റാണ്. ഈ അദ്ദേഹത്തോട് രാജിവെക്കാൻ പറയുക, അനുസരിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ പാർട്ടി നടപടി എടുക്കുക. അത്രയേ ഉള്ളൂ. ശ്രീ ജോസഫ് വാഴക്കൻ, ഇതൊന്നും നേതാക്കൾ അറിയാതെ പോയി എന്നുള്ളത് എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? കാരണം ഒരു MLA അതല്ലെങ്കിൽ ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന പദവി ഉപയോഗിച്ചുകൊണ്ടാണ് ഇയാൾ സ്ത്രീകളിലേക്ക് എത്തിയത്. എനിക്ക് അറിയില്ല. ഞാനിത് ആദ്യമായിട്ട് കേൾക്കുക അടുത്ത കാലത്ത്. വളരെ ഈ അടുത്ത നാളുകളിൽ ഇവ ഒരാഴ്ച 2 ആഴ്ചയായിട്ടുള്ള ഞാൻ വിവരം അറിഞ്ഞിട്ട് എനിക്കിത് കാര്യങ്ങൾ അറിയത്തുമില്ല. ഞാൻ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് അങ്ങനെ ഞങ്ങളുമായിട്ടൊന്നും അങ്ങനെ എപ്പോഴും ചേർന്ന് നിൽക്കുന്നവർ വേറെ യുവജന രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ എനിക്ക് ഇതിനെക്കുറിച്ച് വ്യക്തിപരമായിട്ട് ഞാൻ ആദ്യം കേൾക്കുകയാണ്. ഏതായാലും കേട്ട വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്, സമാനതകളില്ലാത്തതുമാണ്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തോട് കൃത്യമായി പറയുക, രാജിവെച്ചു പോകാൻ പറയുക. ഇല്ല എങ്കിൽ പാർട്ടി നടപടി സ്വീകരിക്കുക. യഥാർത്ഥത്തിൽ പാർട്ടിയെ മാത്രമാണോ വഞ്ചിച്ചത്? ഈ പറയുന്ന പാലക്കാട്ടെ ജനങ്ങൾ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച ആ മണ്ഡലത്തിലെ ജനങ്ങളെ കൂടി വഞ്ചിച്ചില്ലേ? ഇത് ഞാൻ പറഞ്ഞല്ലോ, അത് അദ്ദേഹത്തിന്റെ ഒരു ചെയ്യേണ്ട കാര്യമാണത്. അദ്ദേഹത്തിന് ധാർമ്മിക ബോധമുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെച്ച് പോവുകയാണ് ചെയ്യേണ്ടത്. രാജിവെക്കാൻ തയ്യാറാകുന്നെങ്കിൽ പാർട്ടിയുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക, പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുക. അത്രേ ഉള്ളൂ. ശ്രീ വാഴക്കൻ, അങ്ങയുടേത് ശക്തമായ വാക്കുകളാണ്. കോൺഗ്രസിലെ വനിതാ നേതാക്കളും ഈ ആവശ്യം മുന്നോട്ട് വെച്ചു എന്നാണ് അറിയുന്നത്. ഇദ്ദേഹം നേരത്തെ യൂത്ത് കോൺഗ്രസിൽ ഉണ്ടായിരുന്ന അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുന്ന സമയത്ത് തന്നെ അതിനകത്തെ പെൺകുട്ടികൾ ബുദ്ധിമുട്ടിയിരുന്നു എന്ന വിവരങ്ങളടക്കം അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ തന്നെയും പാർട്ടിയെ ഞെട്ടിക്കുന്നുണ്ടോ? വാർത്തകളൊക്കെ ഞെട്ടിക്കുന്ന വാർത്തകളാണ്. അതൊന്നും ശരിയായ വാർത്തകളല്ല. ഇതൊന്നും ഒട്ടും ശരിയല്ലാത്ത കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി ഇതിനകത്ത് വേറെ അമാന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. രാജിവെച്ച് പുറത്തു പോകാൻ പറയുക, ഇല്ല എങ്കിൽ നടപടി സ്വീകരിക്കുക. ഇതാണ് ഇപ്പോൾ പാർട്ടിക്ക് ചെയ്യാനുള്ളത്. ശ്രീ ജോസഫ് വാഴക്കൻ, ഇതിപ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് തന്നെ രാജിവെക്കാൻ 24 മണിക്കൂറിനകം ആവശ്യപ്പെട്ടു. അത് പാർട്ടിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്ന മാതൃകാപരമായ നടപടി എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷേ അത് തന്റെ തീരുമാനമാണ് എന്നും പാർട്ടിയിലെ മറ്റു നേതാക്കൾ തന്റെ കാര്യം പറഞ്ഞ് ബുദ്ധിമുട്ടാതിരിക്കാൻ താനെടുത്ത നിലപാടാണ് എന്ന രൂപത്തിലാണ് രാഹുൽ അത് അവതരിപ്പിച്ചത്. അതിലൊക്കെ ഒരു അഹന്തയുടെ അംശം കാണുന്നുണ്ടോ? രാജിവെച്ചതെന്ന് അതിപ്പം ഒരാള് സ്വമേധയാ അദ്ദേഹത്തിന് പ്രതിരോധം തീർക്കുന്നതിന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒന്നും ശരിയായ കാര്യമല്ലെന്ന് മാത്രം. പാർട്ടി കൃത്യമായിട്ട് പാർട്ടി നേതൃത്വം പറഞ്ഞു കഴിഞ്ഞല്ലോ, പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് രാജിവെച്ചതെന്ന്. വളരെ നന്ദി ശ്രീ ജോസഫ് വാഴക്കൻ, അങ്ങയുടേത് വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. ഇങ്ങനെയൊരു വിഴുപ്പ് പാർട്ടി ചുമക്കേണ്ടതില്ല എന്ന പ്രതികരണമാണ് ജോസഫ് വാഴക്കൻ നടത്തുന്നത്. രാജിവെച്ചില്ലെങ്കിൽ പുറത്താക്കണം എന്ന കാര്യം കൂടിയാണ് ഇപ്പോൾ ജോസഫ് വാഴക്കൻ പറഞ്ഞത്. അതേ നിലപാട് VD സതീശനും എടുത്തു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്.